അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തുമ്മുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. 3 പ്രാവശ്യത്തിലധികം തുമ്മിയാൽ അത് രോഗമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ദുആ ഇരക്കുന്നതിനിടയിലോ സംസാരിക്കുന്നതിനിടയിലോ തുമ്മിയാൽ അത് നല്ലതാണ്. ഇപ്പൊ ദുആ ഇരക്കുന്നതിനിടയിൽ ഒരു തുമ്മലുണ്ടായി, ഒറ്റ തുമ്മൽ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ തുമ്മിയാൽ അത് ഇസ്തിജാബത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന സൂചനയാണ്. അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ ഒരു തുമ്മൽ വന്നാൽ അത് സത്യമാണ്, അത് എന്നൊരു ധാരണ, അത് സത്യമാണ്, അത് നടക്കാനുള്ള കാര്യമാണ്, സത്യമാണ് എന്നൊരു ധാരണ. ഇത് കേവലം ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമല്ല ഇത്. കാരണം അൽ ഹദീസു ഇൻദൽ ഇത്വാസി സിദ്ഖുൻ, തുമ്മുന്നവന്റെ സംസാരം ശരിയാണ്. മൻഅത്തസ ഇൻദ ഹദീസിഹി ഫഹുവ സ്വാദിഖുൻ, തുമ്മുന്നതിനിടയിൽ ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ തുമ്മിയാൽ അവൻ സത്യസന്ധനാണ്. ഇതൊക്കെ ദുർബലമായ, അതേപോലെ ദുആ ഇരക്കുമ്പോൾ ഇസ്തിജാബത്ത് ദുആക്ക് ഉത്തരം കിട്ടും. തുമ്മിയാൽ ദുആക്ക് ഉത്തരം കിട്ടുന്നതിന്റെ അസറാണ്, അലാമത്താണ്, അടയാളമാണെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം ദുർബലമാണ്, മൗദൂആണ്, കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്, ദുർബലമാണ്. ഇമാം അൽബാനിയെ പോലെ, അതേപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ കൃത്യമായി നിരൂപണം ചെയ്ത് ഇത് ദുർബലമാണെന്നും കെട്ടിയുണ്ടാക്കിയതാണെന്നും ഒഴിവാക്കേണ്ട മത്റൂക്കായ വിഷയമാണ്, ഹദീസുകളാണെന്നും പറഞ്ഞതായി കാണാൻ കഴിയും. എന്നാൽ തുമ്മൽ, കോട്ടവ, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ഹദീസിലുള്ളത് ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്വാസ വ യക്റഹു തസാഉബ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മുന്നവരെ ഇഷ്ടപ്പെടുന്നു, കോട്ടവ ഇടുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. കാന ഹഖൻ അലാ കുല്ലി മുസ്ലിം, മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണത്. അത് കേൾക്കുന്നവൻ യർഹമുക്കുമുല്ലാഹ് എന്ന് പറയണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ കോട്ടവ ഇടുന്ന സമയത്ത് പറയുന്നത് ഇന്നമാ ഹുവ മിന ശൈത്വാൻ, ശൈത്വാന്റെ അലസത, ആ മടി, ആ ഉറക്കച്ചടവ്, ആ സമയത്ത് വരുന്ന ഉറക്കച്ചടവ്, അതൊക്കെ ശൈത്വാനിയത്താണ്. ഫഇദാ തസാഅബ, നിങ്ങൾ ആരെങ്കിലും തുമ്മിയ കോട്ടവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിടിച്ചു വെക്കണം. അതിങ്ങനെ വാ തുറന്ന് കോട്ടവായിട്ടുകൊണ്ടിരിക്കരുത്. അത് വാ പൊത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വാ അടച്ച് പിടിച്ചുകൊണ്ട് ആ കോട്ടവാ നിയന്ത്രിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് തുമ്മലുമായും കോട്ടവായുമായും ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ. അപ്പൊ തുമ്മലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, സംസാരത്തിനിടയിൽ തുമ്മുകയോ ദുആ ഇരക്കുന്നതിനിടയിൽ തുമ്മുകയോ ചെയ്താൽ അത് ഇസ്തിജാബത്ത് ദുആയാണ്, അത് സത്യസന്ധമായ വർത്തമാനമാണ് എന്ന് ഒരു അലാമത്ത്, ഒരു അടയാളം അതിന് കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.